ഞാനിന്ന് കേട്ടറിഞ്ഞെന്ന് വെച്ചാൽ അന്ന് ഒരു കാർ മാത്രമായിരുന്നു ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് അന്ന് CPM ഉണ്ടായ അതെ, ഒരു അതെ. വർഷമല്ലേ ആയുള്ളൂ. 64-ല്. 64 1 ഉണ്ടായ വർഷം. 65-ലാണ് ഈ ഉം. തെരഞ്ഞെടുപ്പ്. അന്ന് ഒരു കാർ മാത്രമായിരുന്നു. അത് പിണറായി വിജയൻ എഴുതിയ ഒരു ലേഖനത്തിൽ ആ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം ആ. എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള പാട്യം രാജൻ, പിണറായി ഇങ്ങനെയുള്ള ആളുകൾ മാത്രമായിരുന്നു അന്ന്, ഉം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു ജയിലിൽ അല്ലാത്തവർ, പ്രധാനപ്പെട്ട ആഹാഹാ. നേതാക്കന്മാരുടെ. അപ്പോൾ അവരാണ് ഇത് ഈ ആ ഇലക്ഷൻ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും. അന്ന് അവർക്ക് തുച്ഛമായ പൈസയൊക്കെ ഉം. ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അങ്ങനെ ഒരു റിസോഴ്സസ് ഒന്നും ഇല്ലല്ലോ ഉം. അന്ന് ഉം. CPM. എതിർപക്ഷത്താകട്ടെ അത് കോൺഗ്രസ് ആയാലും ഉം. അതുപോലെ തന്നെ അന്നത്തെ CPI കാൻഡിഡേറ്റ്, അന്ന് CPI കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ്, ഇൻഡിപെൻഡൻ്റ് അല്ല, CPIയുടെ കാൻഡിഡേറ്റ് ആ. തന്നെയായിട്ടാണ് VR കൃഷ്ണയ്യർ മത്സരിച്ച് മത്സരിക്കുന്നത്. അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. ഉം. അന്ന് ശരിക്ക് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു പടം, ജയിലിൻ്റെ അഴികൾക്ക് പുറകിലുള്ള രീതിയിലുള്ള ഒരു പടം, ഉം. ഒരു വലിയ കട്ടൗട്ടോ അങ്ങനെ എന്തോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരൊറ്റ ആ. കാറും ആഹാഹാ. മാത്രമായിരുന്നു, മൈക്കും ഉണ്ടാവും കൂടെ. അങ്ങനെയാണ് പ്രചരണം നടത്തിയത്. ആ. അതിനെ പറ്റിയിട്ട് പിണറായി ആ. പിന്നീട് എഴുതിയിട്ടുണ്ട്. ഉം. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഉം. പാട്യം രാജൻ, അദ്ദേഹവും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആ, നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് EMS വന്നിട്ടാണ് അവസാനം. ഉം. ഉം. ആ, ആ, കാര്യം അച്ഛൻ ഇത് കൃഷ്ണയ്യർക്കെതിരായിട്ട് മത്സരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഓ, അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഒരു ആ. ജയിലിൻ്റെ അകത്തുള്ള ആ. അവസാനം, അതൊരു പാർട്ടിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അവസാനം മത്സരിക്കുക എന്നുള്ള ഒരു ഉം. തീരുമാനം എടുത്തത്. ഉം. അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി അവർ മരിച്ചുപോയി. ഉം. അവർ ആ കാലഘട്ടത്തിനെ പറ്റിയിട്ട്, ആ ഇലക്ഷൻ പ്രചരണത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ട്, അവർ ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു. ഉം. അപ്പോൾ അവരുടെ അടുത്ത് ദിവസവും അവരെ അപമാനിക്കുന്ന രീതിയിൽ പാട്യം ഗോപാലിന് കെട്ടിവെച്ച വോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദിവസവും ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ട് പോകും. ആഹാ. അങ്ങനെ അവസാനം ഇലക്ഷൻ്റെ വിധി വരുന്ന ദിവസവും ഏതൊരു പ്യൂൺ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു ആ പാട്യം ഗോപാലിന് കെട്ടിവെച്ച വോട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു അത്രയും വലിയ വിജയം, അതിൻ്റെ വിജയത്തിൻ്റെ വാർത്ത ഉം. അവരറിയുന്നതും. ഇങ്ങനെ വായിച്ചിട്ടുള്ളതും പിന്നെ അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള പലരും പറഞ്ഞതാണ്. ഉം. അത് അങ്ങനെ കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഉം. ആ ഓർമ്മ.